കൂട്ടക്കൊലപാതകം ശുചീകരണ തൊഴിലാളിയുമായുള്ള തെളിവെടുപ്പ് ഇന്നും തുടരും. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞ 13 ഇടങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, കഴിഞ്ഞ 2 ദിവസമായി ഈ ശുചീകരണ തൊഴിലാളിയുടെ തെളിവെടുപ്പ് അല്ലെങ്കിൽ മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ 13 ഇടങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഇന്നും നിർണായക നടപടികളിലേക്ക് SIT സംഘം കടക്കുകയാണ്. ഇന്നലെ ശുചീകരണ തൊഴിലാളിയെ ഈ വനപ്രദേശത്തും മറ്റ് പ്രദേശങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. 13 മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായി ശുചീകരണ തൊഴിലാളി ഇന്നലെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് കൃത്യമായി രേഖപ്പെടുത്തി സീൽ ചെയ്ത് പോലീസിന്റെ സുരക്ഷയിലാക്കിയിരിക്കുകയാണ്. ഇന്നും സമാന രീതിയിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്ന ഭാഗം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തും. അതിനുശേഷം ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ഈ മൃതദേഹങ്ങളുടെ ഭാഗം ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കും വനം വകുപ്പിൽ നിന്ന് അനുമതി തേടി ഈ മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പരിശോധനയിലേക്ക് അന്വേഷണ സംഘം കടക്കുക. എന്തായാലും വിപുലമായ അന്വേഷണവുമായിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മംഗലാപുരത്ത് ശുചീകരണ തൊഴിലാളി എത്തിച്ച് 15 മണിക്കൂറിലേറെ ചോദ്യം ചെയ്തിരുന്നു. ഈ 15 മണിക്കൂറിൽ ചോദ്യം ചെയ്തപ്പോൾ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഇയാൾ ശുചീകരണ തൊഴിലാളി അന്വേഷണ സംഘത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ മൃതദേഹങ്ങൾ തന്നെ ഏൽപ്പിച്ച ആളുകളുടെ പേരുകൾ, കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള വ്യക്തികളുടെ പേരുകൾ, കുഴിച്ചിട്ട സ്ഥലങ്ങൾ എന്നിവയാണ് പ്രധാനമായും ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിലും സമാന രീതിയിൽ വനഭൂമിയിൽ മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമം തുടരുന്നു തന്നെയാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അതിനിടയിൽ ശുചീകരണ തൊഴിലാളി കോടതിയിൽ സമർപ്പിച്ചിരുന്ന തലയോട്ടിയുടെ ഭാഗങ്ങളും അസ്ഥിയുടെ ഭാഗങ്ങളും അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ ഫലവും അന്വേഷണ സംഘം കാത്തിരിക്കുകയാണ്. ശുചീകരണ തൊഴിലാളിയുടെ വാക്ക് 100% ഇപ്പോൾ അന്വേഷണ സംഘം ഇപ്പോൾ ശുചീകരണ തൊഴിലാളിയുടെ വാക്ക് 100% അന്വേഷണ സംഘം ഇപ്പോൾ വിശ്വസിച്ചിരിക്കുകയാണ്. അതിനനുസരിച്ചാണ് ഇപ്പോൾ മറ്റു നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ ശുചീകരണ തൊഴിലാളിയുമായി വീണ്ടും ധർമ്മസ്ഥലയിലെത്തും. ഇന്നലെ ധർമ്മസ്ഥലയിലെ സ്നാനഘട്ടയിലാണ് ഇത്തരത്തിൽ തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈ ശുചീകരണ തൊഴിലാളിയെ കൊണ്ടുവന്നത്. 13 ഇടങ്ങൾ ശുചീകരണ തൊഴിലാളിയെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കാണിച്ചു നൽകുകയുണ്ടായി. ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് സൂക്ഷ്മ പരിശോധനയ്ക്കായി വരും ദിവസങ്ങളിൽ നടപടി സ്വീകരിക്കാനും അന്വേഷണ സംഘം ഇപ്പോൾ തയ്യാറെടുക്കുകയാണ്. എന്തായാലും ഏറെ വിവാദമായ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക പരമ്പര വെളിപ്പെടുത്തലിൽ അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ ത്വരിതഗതിയിൽ എത്രയും വേഗം പരമാവധി ശാസ്ത്രീയ തെളിവുകൾ അടക്കം ശേഖരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ദീപ്തി, ശരി. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകം ശുചീകരണ തൊഴിലാളിയുമായുള്ള തെളിവെടുപ്പ് ഇന്നും തുടരും. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന ശുചീകരണ തൊഴിലാളി പറഞ്ഞ 13 ഇടങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ജോസഫ് അഗസ്റ്റാണ് വിവരങ്ങൾ നൽകിയത്.